ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മേഡ്. ഇതിൽ നിന്നുള്ള ഡിസ്കോഴ്സാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത്രയും ഡിസ്കോഴ്സസ് അടുത്ത എക്സാമിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് വെച്ചാൽ ക്യാരക്ടർ സ്കെച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താക്കാം, മിസ്റ്റർ ജോണിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാം. അതുകൊണ്ട് അത് മാത്രമല്ല മറ്റു ക്യാരക്ടേഴ്സും എക്സ്പെക്റ്റബിൾ ആണ്. പക്ഷേ മെയിൻ ആയിട്ട് ഇദ്ദേഹമാണ്. മറ്റൊരു സംഭവം ഡയറി എൻട്രി ആണ്. നമ്മുടെ ഈ ഒരു ചെക്കൻ അന്ന് എന്താക്കി നമ്മുടെ യങ് ബോയ് രക്ഷപ്പെട്ട അന്നത്തെ ദിവസത്തെ രാത്രി എഴുതുന്ന ഡയറി ചോദിക്കാം. മറ്റൊന്ന് ലെറ്റർ റൈറ്റിംഗ് ആണ്. നമ്മുടെ AJ ക്രോണിന് ഭയങ്കര സന്തോഷമായി. അത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുകയാണ് അന്നത്തെ രാത്രി. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു ഷിപ്പിൽ നിന്നുള്ള സംഭവം. ഓക്കെ, അത് അയച്ചു കൊടുക്കുക. അതുണ്ടായിരിക്കും. അതുപോലെ തന്നെ ന്യൂസ് റിപ്പോർട്ട്. നമ്മുടെ ഈ ഒരു യങ് ബോയ് ആ ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തിയാലോ, പിറ്റേ ദിവസത്തെ ന്യൂസ് റിപ്പോർട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മറ്റൊന്ന് സ്പീച്ച് ആണ്. നിങ്ങൾക്ക് മിസ്റ്റർ ജോണിനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു സ്പീച്ച് ചോദിക്കും. നെക്സ്റ്റ് വൺ റൈറ്റപ്പ് ആണ്. നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററിനെ പറ്റിയുള്ള റൈറ്റപ്പ് എക്സ്പെക്റ്റബിൾ ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ റിപ്പോർട്ടർ സ്പീച്ച് ആണ്. ഗ്രാമർ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റബിൾ ആയിട്ടുള്ളത് റിപ്പോർട്ടർ സ്പീച്ച് ആണ്. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ റിപ്ലൈ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്റ്റബിൾ ആയിട്ട് സംഭവമാണ്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മാത്രമല്ല ലൈക്ക് ചെയ്യുക.